ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് പുതിയൊരു കൊച്ചി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ് എന്നെ കാണാനില്ല, വ്ളോഗ് കൂടെ പറ്റില്ല. ആഗസ്റ്റ് നോക്കുള്ളൂ. വെറുതെ പോലെ അല്ലയാണ്, കാരണം ഞങ്ങൾ കളമശ്ശേരിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് പോകേണ്ടത് അറിയില്ല. അതാണ് ഇപ്പൊ ഞങ്ങൾ എന്നിട്ട് ഞങ്ങള് അപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റെയിൽവേ ചാടി കടന്നിട്ടൊക്കെയാണ് വീട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ റോഡ് ചാടി കടന്നിട്ടൊക്കെയാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ എല്ലാവരും പോണ വഴിക്കോടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിത് സെസ്സിലേക്കാണ് പോകേണ്ടത്. സംഭവം പക്ഷെ ശരിക്കും ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്നും അറിയില്ല, നമുക്ക് തിരിച്ചു പോലെ ട്രെയിൻ പോലും അറിയില്ല, ഒന്നും അറിയില്ല. നമ്മള് ബോട്ടിലാണ് ഒറ്റ മൈലിൽ ഇറങ്ങി വീട്ടിൽ, ഒറ്റ മൈലില് ഇന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴല്ലോ അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അത്രയും ഫാമിലി പാരന്റ്സ് ആണ് ഞങ്ങൾ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ചോദിച്ചു അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി ബാക്കി വഴിയെ വരും. അപ്പോ നമ്മളിപ്പോൾ ബസ്സിൽ കയറി, പൂണിത്തറ ബസ്സാണ് കയറിയത്. ഇതിൽ കയറിയിട്ട് നമ്മളിനി അവിടെ എത്തണം, സെസ്സിലെത്തണം. സെസ്സിലെത്തിയിട്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് എവിടേക്ക് പോകണം? സർപ്രൈസ് ആണ് പറയുന്നത്. കണ്ടക്ടർ വന്ന് പൈസ ഇതിനിടയിൽ പ്രശ്നങ്ങൾ നടന്നു. അതില് 200 രൂപ കൊടുത്തു. 54 രൂപയ്ക്ക് 200. സാരില്ല, നമ്മള് പൈസ തുടരാൻ അറിയിക്കാൻ വേണ്ടിട്ടോ. ഇവിടെ ഇങ്ങനെ റെയിൻകോട്ട് മറന്നൊക്കെ ഓർമ്മയില്ലേ, മലപ്പൂർവ്വം അതുപോലെ. നമ്മൾ സെസ് കാണിച്ചു തരാം. സെസ് എത്തിയിരിക്കുകയാണ്. നമുക്ക് വിസിറ്റേഴ്സ് പാസ് എടുക്കണം. അങ്ങനെ പാസ് എടുക്കാണ്ട് അവരൊക്കെ ചേട്ടന്മാരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ എടുപ്പ് കണ്ടിട്ട്. ഗൈസ് നമ്മൾ ഉള്ളിൽ കയറി ഗൈസ്. ഇനി നമ്മൾ യെസ് പാസ്സൊക്കെ വേണം. സെറ്റപ്പ് സ്ഥലമാണ് ഗൈസ്. എന്നിട്ട് പോയി ഗൈസ്. ഓ എന്റെ കൊളിച്ചു പോയി സൺസ്ക്രീനൊക്കെ ആയിട്ട് ഞാൻ നടുക്കിക്ക് നടക്കും. രണ്ടുപേരും ഇട്ടത്ത് നടക്കണ്ട്. ആ അതല്ല ഗൈസ്, ബൈ. അപ്പൊ നമ്മ സെസ്സിന്റെ ഉള്ളിലെത്തി. ഇവിടെ എത്തുമ്പോഴേ നമുക്ക് നല്ല മീനാറുണ്ട്. അതെ, ഇനി ഇവിടുന്ന് പോകുമ്പോ നമ്മുടെ ഡ്രസ്സിൽ മുഴുവൻ നാറോന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങള് ഇതൊക്കെയാണ് ബാസ്കറ്റ്ബോൾ കളിക്കാൻ കൊതിച്ച സ്ഥലങ്ങൾ. പക്ഷെ ഒന്നും കളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഇൻഡസ്ട്രി HT ഫുഡ്സ് കേറാൻ പോവാണ്. ബെല്ലൊക്കെ അടിച്ച് കാട്ടി കേട്ടോ. ആരും നോക്കണ്ട. എടേ കൂടെ ഒക്കെ നോക്കണ്ട്. എടി പേരുടി തുറക്കണില്ല കൈസ്. അവര് ഒഴിവാക്കാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ തുറന്നാൽ മാത്രമാണ് കൈസ് ഇവിടെ തുറക്കുള്ളൂ. അപ്പോൾ തുറക്കാൻ പോണ് കൈസ്. തുറക്ക് തുറന്നു കൈസ്. നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. ഇതില് പിന്നെ മറ്റേ നമ്മുടെ ഇവിടെ തന്നെ കിട്ടും മീമണക്കായ. പിന്നെ ഞങ്ങള് മറ്റേ അമൃതിന്റെ ജോയിലും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു വെറുതെ. ഇനിയിപ്പോ ഷവർമ വാങ്ങിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് മാത്രമല്ലേ വാങ്ങിയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടത്തത് കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഇവിടുന്ന് യാത്രയാവുകയാണ്. നമ്മളുടെ സ്റ്റുഡിയോയിൽ വന്നേക്കാണ് ആദിത്യക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട്. ആദിത്യയുടെ ഉണ്ണിവാവയ്ക്ക് ഇടാണ് ഡ്രസ്സ്. ആദിത്യയുടെ ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കാണ്. എത്ര വയസ്സുള്ള പിള്ളേർ?
14 വയസ്സിന്റെ അവിടെ ശരിക്കും നോക്കിയത് അംഗനവാടിയിൽ പഠിക്കാൻ പിള്ളേരുടെ 9 മന്തുള്ളവരുടെ ഇങ്ങനത്തെയാണ് ആദ്യം നോക്കി. പിന്നെ പാകാവില്ല മനസ്സിലായപ്പോഴാണ് എനിക്ക് വന്നത്. ഇത് താല്പര്യം ഗൈസ് നിങ്ങൾ പറയൂ ലെഫ്റ്റ് ഓർ റൈറ്റ്? ബസ് നോക്കൂ. ഇതാണോ അതോ എന്ത് കുഞ്ഞേ എന്തി വെക്കൂ? ഇതാണ് ഭംഗി. നിങ്ങൾ പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ടത് നേരത്തെ വെച്ചാണ് ഗൈസ്. ആദ്യത്തേക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയൂ. നിനക്ക് എന്താണ് ട്രൗസർ മാറ്റിട്ട് ഇപ്പൊ കറിയും ഗൈസ്. ഇവിടെ കറിയും ഗൈസ്. വേറൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും കട കയറിയാൽ അത് വാങ്ങണം. അങ്ങനെ പ്രശ്നമുണ്ട്. എന്തെങ്കിലും കട കയറി വാങ്ങാണ്ട് പൂല്യ മച്ചാത്തി വാങ്ങട്ടെ കുറച്ച്. ബൈ ഗൈസ്. ഗൈസ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചത് സ്റ്റുഡിയോ വന്നിട്ട് തെളിവാണ് ഗൈസ്. സ്റ്റുഡിയോ വന്നെൻ്റെ ഒരു ഇതാണല്ലോ. ഇതൊന്നും നോക്കിയത് നിങ്ങൾ ഓരോരുത്തരും 2 പേരുടെ പരീക്ഷണ വസ്തു എല്ലാവരിലും കാണിച്ചത് മാറ്റി ഫ്രണ്ട്സ് ടിപ്പ് ചെയ്താണ് ഗൈസ്. അതില്ലേടോ അതോ നീ ഇത് നോക്കിയേ. 5 പേരിലും ഈ വരയ്ക്കുന്നുണ്ട്. 5 പേരിൽ 5 കളർ ഇട്ട് ഇവര് പരീക്ഷിച്ചു. ഇതിൽ 5 ആയിരുന്നു. ഞാനത് മാറ്റിയതാണ് ഗൈസ്. എൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് സൂപ്പർ ആയില്ലേ ഗൈസ്. നെയിൽ ആർട്ട് ഒന്നും പറയാനില്ല. ഇതാ എത്തിയുടെ വകയാണ്. ഇതും ഈ കൈ മൊത്തം ഈ കൈ ഫുൾ എൻജോയ് ഗൈസ്. സൂപ്പറായി. വാവ്. ഇവിടെ ഒരു തിര കഴിഞ്ഞിട്ടില്ലേ ഗൈസ്. ഇത് എന്തൊക്കെയോ തപ്പിക്കൊണ്ടിട്ടുണ്ട്. കാബൂളി നല്ല വിശപ്പുണ്ട് ഗൈസ്. ഞങ്ങൾ കുറേ നേരമായി ഫുഡിന് വേണ്ടി തേടിയായിരുന്നു. അപ്പോഴാണ് കിട്ടിയത്. ശരിക്കും ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അത് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് കഴിക്കാൻ വെച്ചു. കഫേ മാനിക്കേഷനാണ്. എന്ത് രസമില്ല. ഇത് പിള്ള ആദ്യത്തെ എൻ്റെ നോക്ക് പട്ടിയാണ്. ഇത് പരിപ്പ് കറിയാണ് ഗൈസ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കില്ല. വെജിറ്റേറിയൻ കറിക്കുള്ളതാണല്ലേ. 3 മറ്റേ സാധനം ചെയ്യും. കളിക്കണേ കുത്തിടാനാണോ? നീ എന്തായാലും തിന്നണില്ല. ചെയ്യ് വെറുതെ നമ്മളിപ്പോ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഗൈസ്. നല്ല ഓർക്കമെന്റ് അൽഫാം കഴിച്ചിട്ട് തലവേദന ഗൈസ്. വന്നിട്ട് ഒന്നാമത് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ബസ് സ്റ്റാൻഡിൽ. എത്ര മണി? 3:20 3 മണി കഴിഞ്ഞാണ് കഴിച്ചിട്ട്. നല്ല ഓർക്കമെന്റ് ഉണ്ട്. നമ്മൾ തിരിച്ച് തൃശ്ശൂര് പോവാണ്. ടിക്കറ്റ് എടുത്തു. ഇപ്പൊ പ്ലാറ്റ്ഫോം 3ലേക്ക് പോണ് ഗൈസ്. അപ്പൊ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈ എക്സ്പ്രസ് ആയിരുന്നു. ചെന്നൈ എല്ലാവരും കന്യാകുമാരി എക്സ്പ്രസ്. ബൈ. ഞങ്ങളൊരു അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? AC കോച്ചാണ് ഇപ്പുറത്ത്. അതിൻ്റെ ഇപ്പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോച്ച് നൈസായിട്ട് നൈസായിട്ടില്ല. ലാസ്റ്റ് കയറിന്റെ കോച്ച് ഞങ്ങൾ ഫസ്റ്റ് നടന്നു. കുറച്ചധികം ദൂരെ. ഹായ് ഗൈസ്. നമ്മളങ്ങനെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരെത്തി. അവർ 2 വീട്ടിലേക്ക് പോയി. ഞാൻ വീടെത്താറായി. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി മറന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കണം. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.